നമ്മൾ 6ാം ക്ലാസ്സിലെ തജ്വീദിലെ 1ാമത്തെ പാഠം വറത്തിലിൽ ഖുർആന തർത്തീല അതിലെ തദ്രീബാത്താണ് നോക്കുന്നത്. ഒന്ന് നക്തുബുൽ മാന, അർത്ഥം എഴുതാം. ഹുറൂഫ്, അക്ഷരങ്ങൾ. ഹത്മുൻ, നിർബന്ധമാണ്. ലാസിമുൻ, അനിവാര്യമാണ്. ആസിമുൻ, കുറ്റക്കാരനാണ്. 2 നുജീബു, ഉത്തരമെഴുതാം. എന്താണ് തജ്വീദ്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്മുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിന്. അതിൽ 2ാമത്തത്, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? എന്തേ പറഞ്ഞു? ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. അതിൽ 3 ഖുർആൻ തജ്വീദ് നിയമമനുസരിച്ച് പാരായണം ചെയ്യണം എന്നതിനുള്ള ഖുർആനിലുള്ള തെളിവുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല. പിന്നെ മല്ലം യുജവ്വിദുൽ ഖുർആന ആസിമുൻ, സാരമെഴുതുക. ഖുർആൻ നിയമാനുസൃതം ഓതാത്തവൻ കുറ്റക്കാരനാണ്. ഇനി അതിൽ 5 വിശുദ്ധ ഖുർആനിന്റെ 3 പ്രത്യേകതകൾ എഴുതുക. 1 ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്നു. 2 അതിന്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. 3 പ്രത്യേക എഴുത്തു രീതിയുണ്ട്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി 3 നസ്ലു, ചേർത്തെഴുതാം. വല്ലഖുദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമുൻ. അപ്പടി മല്ലം യുജവ്വിദുൽ ഖുർആന ആതിമുൻ ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദാ മിൻഹു ഇലൈനാ വസല. അപ്പൊ അൽഹംദുലില്ലാഹ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂറത്തുൽ മാഇദ 1ാമത്തെ ആയത്ത് മുതൽക്ക് 23ാമത്തെ ആയത്ത് വരെ നിയമാനുസൃത ഓതണം. തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ച് സാവകാശം ഓതി പഠിക്കണം. പിന്നെ എന്റെ പൊന്നു മക്കൾക്കുള്ള പണി സൂറത്തുൽ ളുഹ, അത് കാണാതെ പഠിക്കണം. തെറ്റില്ലാതെ കാണാതെ പഠിക്കണം. ആവർത്തിച്ച് നിയമങ്ങളൊക്കെ നോക്കി കാണാതെ പഠിക്കണം. അതുപോലെ സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത് എന്ന് പറയപ്പെടുന്ന സൂറത്ത്, അത് 30 മുഴുവൻ ആയത്തും അത് കാണാതെ പഠിക്കണം. പക്ഷെ ഈ മാസം നിങ്ങൾ പഠിക്കേണ്ടത് 1, 2, 3 മെല്ലെ തിന്ന മുള്ളും തിന്ന. അപ്പം ഈ മാസം 3 ആയത്ത് നിങ്ങൾ പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നീ സർവ്വപാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. മൺമറഞ്ഞുപോയ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, മശായിഖുമാരുണ്ട്. അവർക്ക് നീ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയിലായി ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ഇഷ്ടപ്പെട്ടവരായി മരിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.